മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ആ കൊച്ചുകുട്ടി പറഞ്ഞത്. അതെ, ഉപനിഷത്തും അത് തന്നെയാണ് പറയുന്നത്. ശ്രവണായാപി ബഹുഭിർയോന ലഭ്യഃ ശൃണ്വന്തോപി ബഹവോ യം ന വിദ്യുഃ ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ടഃ. ഇതിനെക്കുറിച്ച് പറയുന്നവൻ അപൂർവമാണ്. 10,000-ൽ ഒരാൾ പോലും ഈ ആത്മതത്വത്തെക്കുറിച്ച് പറയാൻ സമർത്ഥനല്ല. ഇനി കേൾക്കാനും ആൾക്കാർ വരില്ല. ഇതിനെ കേൾക്കുന്നവരും വളരെ ചുരുക്കമാണ്. പറയാമെന്ന് പറഞ്ഞ് കുറേ പേര് ഇറങ്ങിയാലും കേൾക്കാൻ ആളില്ലെങ്കിൽ അവരെങ്ങനെ പറയും? സദസ്സ് ശ്രോതാക്കളില്ലെങ്കിൽ വക്താവിന് എന്താണ് ജോലി? പറയാൻ ആളുണ്ടാവും, ഒന്നല്ല പല പേരുണ്ടാവും, പക്ഷെ കേൾക്കാനാണ് ആളില്ലാത്തത്. അതുകൊണ്ടാണ് ആദ്യം ശ്രവണായാപി ബഹുഭിർയോന ലഭ്യഃ എന്ന് പറഞ്ഞത്. പറയാനുണ്ടാവും, പറയാനുള്ള ആൾക്കാരും വളരെ ചുരുങ്ങും, വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ എക്കാലത്തും. പക്ഷേ അതിലുപരി കേൾക്കാൻ ആൾ വരണം. കേൾക്കാനാണ് ആളെ കിട്ടാത്തത്. ആ ദക്ഷിണാമൂർത്തിക്ക് പോലും 4 പേരേ കിട്ടിയുള്ളൂ. സനകാദികൾ, സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ. ഈ 4 പേരാണ് ആത്മജ്ഞാനം നേടണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന, പേരാലിൻ്റെ ചുവട്ടിലിരിക്കുന്ന ദക്ഷിണാമൂർത്തിയെ സമീപിച്ചത്. അദ്ദേഹത്തിന് പോലും 4 കിട്ടിയുള്ളൂ ശിഷ്യന്മാരായിട്ട്. എനിക്ക് എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഒരു 10, 15, 16 പേരെങ്കിലും ഉണ്ടാവും. അപ്പോ ഞാൻ എത്ര ഭാഗ്യവാനാണ്. അത് സാറല്ല തീരുമാനിക്കേണ്ടത്. ഇന്നത്തെ ചവറുകളെന്ന് സാർ ഉദ്ദേശിക്കുന്നതൊക്കെ നാളെ മുത്തുമണികളായി മാറും. സംശയമില്ലാത്ത കാര്യമാണ്. ഇന്ന് ചവറായിട്ടുണ്ടാവും, അവരൊക്കെ നാളെ നന്മുത്തുകളായി പ്രകാശിക്കും. അല്ലെന്ന് സാറിന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ധൈര്യമുണ്ടോ? എനിക്ക് ധൈര്യമില്ല. നിങ്ങൾ ആര് രക്ഷപ്പെടില്ല എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. രക്ഷപ്പെടണം. രക്ഷപ്പെട്ടവർ ഭാഗ്യവാന്മാർ, രക്ഷപ്പെടാത്തവർ, അതായത് ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവർ, അവർ തീർച്ചയായും ലക്ഷ്യം നേടും. ഒരു സംശയമില്ല. രക്ഷപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് ബാലകൃഷ്ണൻ സാറിനെ പോലെ അത്രയും ഒരു പ്രോത്സാഹനം നൽകാനുള്ള ധൈര്യം എനിക്കില്ല. നിങ്ങളൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാറ് എല്ലാറ്റിനെയും ബ്രഹ്മമായിട്ടാണ് കാണുന്നത്. ബ്രഹ്മം എന്ന് പറയുന്നത് പണ്ടേ രക്ഷപ്പെട്ടതാണല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ ഞാൻ എല്ലാം ബ്രഹ്മമാണ് എന്നുള്ള ഒരു അനുഭവം നേടാത്ത വ്യക്തി ആയതുകൊണ്ടാണ്. സാറിനെ പോലെ ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. സാറിന് പറയാൻ പറ്റും, എൻ്റെ മുമ്പിലിരിക്കുന്നത് സാക്ഷാത് ബ്രഹ്മം. അതെ, രക്ഷപ്പെടാനുള്ളവർ മാത്രമേ ഇവിടെ വരൂ, ഇത് കേൾക്കൂ. അല്ലാത്തവർ വരില്ല. അവർ ഈ ദിക്കില് തലവെച്ച് പോലും കിടക്കാറില്ല. ഈ ഏരിയയിൽ വരൂല്ല, ഉറപ്പാണ്. ഇതെന്ന് പറഞ്ഞാലേ നമുക്ക് കിട്ടിയ സൗഭാഗ്യം നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ യോഗവാസിഷ്ടം ഞാൻ എവിടെയോ ഹരിദ്വാറിൽ ഒരിക്കൽ പോയപ്പോൾ ഏതോ ഒരു ആശ്രമത്തിൽ ഒരു വയസ്സായ ഒരു സന്യാസി ഹിന്ദിയിൽ, മുമ്പിൽ ഒരു 10-12 പേരേ ഉള്ളൂ, അവർക്ക് ഹിന്ദിയിൽ വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു സന്യാസി. ഇതെന്ന് പറയുന്നത് അത്യപൂർവമാണ്. പറയുന്നവനും വളരെ അപൂർവം, കേൾക്കുന്നവർ അതിനേക്കാളും അപൂർവം. ഇത് വളരെ അപൂർവമാണ്. ഇത് എല്ലായിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല. അതാണ് വാസ്തവം. ഇപ്പൊ വസിഷ്ഠ മഹർഷിയുടെ വാക്കുകളിലേക്ക് തിരിച്ചു വരാം. അതുകൊണ്ട് എന്നോട് ദയവ് തോന്നിയിട്ടെങ്കിലും മദ്വചനം സമ്യഗാകർണ്യ, എൻ്റെ വാക്കുകളെ ശ്രദ്ധയോടുകൂടി കേട്ട് സ്വാത്മ, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ആത്മാവ് യുഷ്മാഭി ബുദ്ധ്യതാം, നിങ്ങളാൽ സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് വാത്സല്യാതിരേകത്തോടു കൂടി പറയുന്നു.
യം ജഗത് പ്രസിദ്ധം ഇമം യുഷ്മത് ബോധനായ ഉദ്യുക്തം. ജഗത്ത് മുഴുവൻ വിഖ്യാതനാണ് ഈ വസിഷ്ഠൻ. ഇതാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. വസിഷ്ഠ മഹർഷിയെ അറിയാത്തവർ ത്രിഭുവനങ്ങളിലുമില്ല. ദേവലോകത്തിൽ പോലും വസിഷ്ഠന്റെ പ്രശസ്തി വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ ത്രിഭുവനങ്ങളിലും പേര് കേട്ട ഈ വസിഷ്ഠൻ യുഷ്മത് ബോധനായ ഉദ്യുക്തം, യുഷ്മത് ബോധനായ ഉദ്യുക്തം, നിങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി തയ്യാറായി, യുഷ്മദർത്ഥേന നിങ്ങൾക്ക് വേണ്ടി മാത്രം, അഹോരാത്രം പ്രലബന്ധം, രാവും പകലും എന്ന് പറഞ്ഞാൽ അനേക ദിവസങ്ങളായി ഈ സത്യത്തെ പുലമ്പുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാതെ സംസാരിക്കുന്നു, വായി തോന്നിയത് വിളിച്ചു പറയുന്നു എന്നല്ല. കണ്ഠശോഷശ്രമാദിന, ദിവസവും അദ്ദേഹം ഈ തത്വം ഉപദേശിക്കുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത തൊണ്ടവേദന അനുഭവപ്പെടാറുണ്ട്. കണ്ഠക്ഷോഭം അല്ലെങ്കിൽ കണ്ഠശ്രമം അത് അദ്ദേഹം അനുഭവിക്കുന്നു എന്നാണ്. അങ്ങനെ കണ്ഠശോഷശ്രമാദിന, കണ്ഠശോഷം എന്ന് പറഞ്ഞാൽ തൊണ്ടവേദന, അതുപോലെയുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ, ഇവയൊക്കെ കൊണ്ട് നിത്യം ക്ലിശ്യമാനം, അദ്ദേഹം ഏതേത് ദിവസങ്ങളിൽ സംസാരിക്കുന്നു ആ ദിവസങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെയുള്ള മാം പ്രദർശ്യ, എന്നെ കണ്ടിട്ട്, കഷ്ടപ്പെടുന്ന എന്നെ കണ്ടിട്ട്, എനിക്ക് വേണ്ടിയല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല, ലോകത്തിന് വേണ്ടി, ഈ അജ്ഞാനികൾ മോക്ഷം നേടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം നിസ്വാർത്ഥമായി അത്യധ്വാനം ചെയ്യുന്ന ഈ വസിഷ്ഠനെ കണ്ടിട്ട്, അല്ലെങ്കിൽ ഈ രമേശിനെ കണ്ടിട്ട്, അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഈ ആത്മസാക്ഷാത്കാരത്തിൽ ഇപ്പൊ താത്പര്യമുണ്ട്. അതിൻ്റെ ആ താത്പര്യം 10 മടങ്ങായി വർദ്ധിക്കണം. അത് കൂടുതൽ തീവ്രമാകണം. എത്ര കണ്ട് ഈ മുമുക്ഷുത്വം തീവ്രതയെ പ്രാപിക്കുന്നു, അത്ര പെട്ടെന്ന് നമ്മൾ ഈ ആത്മാവിനെ അറിയും, സാക്ഷാത്കരിക്കും. ആ തീവ്രതയാണ് കാര്യം. തീവ്രത. ഇതല്ലാതെ എനിക്കൊന്നും വേണ്ട. വീട്, കുടുംബം, കുട്ടികൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ വരുമ്പോൾ ഇതൊന്നും കൊണ്ടുവന്നതല്ല, പോകുമ്പോൾ കൊണ്ടുപോകാനും പോകുന്നില്ല. അവരെൻ്റെ ഒപ്പവും വരാൻ പോകുന്നില്ല, ഞാൻ അവരുടെ ഒപ്പവും പോകാൻ പോകുന്നില്ല. ഇപ്പം എന്താണ്? എൻ്റെ ഒപ്പം എന്നെ വിടാതെ പിന്തുടർന്ന് എന്നെ ശല്യം ചെയ്യുന്നത് എൻ്റെ ഉള്ളിലെ ഈ അഹന്തയാണ്, അല്ലെങ്കിൽ ആ അഹന്തയുടെ ഇരിപ്പിടമായ അജ്ഞാനമാണ്. അതിനെ ഞാൻ തല്ലി തകർക്കും. അവൻ്റെ അഡ്രസ് പോലും ഇല്ലാതെ അവനെ പമ്പ കടത്തും, കെട്ടുകെട്ടിക്കും ഞാൻ. വേറെ എവിടെയെങ്കിലും പൊയ്ക്കോ, എൻ്റെ ഉള്ളിൽ വേണ്ട. വിട്ടോ, സ്ഥലം വിട്ടോ, തോമസ് ഊട്ടി വിട്ടോടാ എന്ന് പറയുന്നത് പോലെ, എടോ അജ്ഞാനമേ വിട്ടോ, എൻ്റെ ഉള്ളിലിരിക്കണ്ട, സ്ഥലം വിട്ടോ എന്നാണ് പറയുന്നത്. അങ്ങനെ എൻ്റെ വാക്കുകളെ നല്ലപോലെ കേട്ടിട്ട്, ദയയാ ഇതം മദ്വചനം ആദരേണ ആകർണ്യ, എൻ്റെ വാക്കുകളെ നിങ്ങൾ താത്പര്യത്തോടുകൂടി, ശ്രദ്ധയോടുകൂടി, എന്നോടുള്ള ആദരവോടുകൂടി വേണം കേൾക്കാൻ. അങ്ങനെ കേട്ടിട്ട് പ്രബുദ്ധേന ആത്മനൈവ, നിങ്ങളുടെ മനസ്സ് പ്രബുദ്ധമാകട്ടെ, ബുദ്ധി ജ്ഞാനം കൊണ്ട് തിളങ്ങട്ടെ, ബുദ്ധി പ്രകാശപൂരിതമാകട്ടെ. ആ ബുദ്ധിയാണ് നിങ്ങളെ ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്നത്. ബുദ്ധിയിൽ സദാ ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന ഭാവം വിട്ടുപോകാതെ ഉണ്ടാവണം. അതാണ് നിരന്തര സ്മരണ എന്ന് പറയുന്നത്. ആ നിരന്തര സ്മരണ അത് തന്നെയാണ് അനുസന്ധാനം, അത് തന്നെയാണ് അനുസ്മരണം. ആ അനുസ്മരണത്തിലൂടെ ദേഹേന്ദ്രിയാദി പരിച്ഛിന്ന ആത്മഭാവം വിഹായ, എനിക്കൊരു ശരീരമുണ്ട്, 5 ഇന്ദ്രിയങ്ങളുണ്ട്, അതുപോലെ 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്, എനിക്ക് പ്രാണനുണ്ട്, ഞാനൊരാളാണ്, എനിക്ക് ഭാര്യ, കുട്ടികൾ തുടങ്ങിയവരുണ്ട്, പിന്നെ മറ്റ് ബന്ധങ്ങൾ, ഇതെല്ലാം ഉണ്ട്. ഈ വിചാരത്തെയൊക്കെ ഉള്ളിൽ നിന്ന് കളയൂ. നിങ്ങൾക്കിതൊന്നുമില്ല. നിങ്ങളൊരു വ്യക്തിയെയല്ല, നിങ്ങൾ ആത്മാവാണ്. ആത്മാവിന് അച്ഛനും അമ്മയും ഭാര്യയും പെങ്ങളൊന്നുമില്ല. അത് ഏകമായ സത്യമാണ്.
കാരണം അത് മാത്രമേ ഉള്ളൂ. ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ ദ്വൈത തലത്തിലാണ്. തന്നിൽ മറ്റൊന്നിനെയും വെച്ചു പൊറുപ്പിക്കാത്തതാണ് ഈ ആത്മാവ്. രണ്ടാമനൊരുവൻ വരാൻ പറ്റില്ല, കാരണം ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. രണ്ടാമതൊന്ന് മായയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഭ്രമത്തിൻ്റെ രൂപത്തിൽ മാത്രമേ ഈ സത്യത്തിൽ പൊന്താൻ പറ്റൂ. അതിനെപ്പോലും തൻ്റെ വിവേകത്തിലൂടെ അടിച്ചു പുറത്താക്കുന്ന സ്വഭാവക്കാരനാണ് ഈ ആത്മാവ്. അതെ, ദ്വൈത അസഹിഷ്ണു, വികൽപ്പ അസഹിഷ്ണു. വികല്പം എന്ന് പറഞ്ഞാൽ ദ്വൈതം എന്ന് തന്നെയാണ് അർത്ഥം. ആ വികല്പത്തെ, ഭേദഭാവത്തെ ഉള്ളിൽ ഈ ആത്മാവ് വെച്ചു പൊറുപ്പിക്കില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. തികഞ്ഞ അസഹിഷ്ണുവാണ് ഈ ആത്മാവ് എന്നാണ്. അസഹിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താ? സഹനശക്തി അല്പം പോലും ഇല്ലാത്തവൻ, ക്ഷമ, സഹനശക്തി ഇതൊന്നും ഇല്ലാത്തവൻ, മറ്റൊരാളെ അംഗീകരിക്കുന്നില്ല, വേറൊരാളെ വച്ചു പൊറുപ്പിക്കില്ല. എന്തു ചെയ്യാതെ ആത്മാവിൻ്റെ സ്വഭാവമായി പോയി. കാരണം അദ്ദേഹം മാത്രമേ ഉള്ളൂ. മറ്റൊന്ന്, ഈ അദ്വൈതത്തിൽ ഭ്രമരൂപത്തിൽ മാത്രമേ പ്രകാശിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ദയയ മദ്വചനം ആദരേണ ആകർണ്യ, എന്നോടുള്ള ദയ കാരണമായിട്ട് എൻ്റെ വാക്കുകളെ ആദരവോടുകൂടി കേട്ട്, പ്രബുദ്ധേന ആത്മനൈവ, നിങ്ങളുടെ മനസ്സ് പ്രബുദ്ധമായി തീരട്ടെ, ജ്ഞാനപൂരിതമാകട്ടെ നിങ്ങളുടെ ബുദ്ധി. അങ്ങനെ ജ്ഞാനപൂരിതമായാൽ എന്താ അനുഭവം? ദേഹേന്ദ്രിയാദി പരിച്ഛിന്ന ആത്മഭാവം വിഹായ, ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണൻ തുടങ്ങിയ ഭേദങ്ങൾ എനിക്കുണ്ട്. ഇതെല്ലാം മായാകാര്യങ്ങളാണ്. ഈ മായാകാര്യങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ് ഇവയുമായിട്ടുള്ള താതാത്മ്യത്തെ ഉപേക്ഷിച്ച് യഥാഭൂത ബ്രഹ്മാത്മത അർപ്യതാം പ്രാപ്യതാം, നിങ്ങൾ വാസ്തവത്തിൽ ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കൂ. അങ്ങനെ ബ്രഹ്മത്തിന് സമർപ്പിക്കുക വഴി ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മത്തെ നേടാൻ വേറെ മാർഗമില്ല. ഈ അഹങ്കാരത്തെ ആ സർവേശ്വരൻ്റെ പാദകമലങ്ങളിൽ സമർപ്പിക്കുക, വേറെ മാർഗമില്ല. നിങ്ങൾ കുറേ സൂക്തങ്ങൾ ജപിച്ചത് കൊണ്ടോ വേദമന്ത്രങ്ങൾ ചൊല്ലിയത് കൊണ്ടോ ഈ ഭഗവാനെ അദ്ദേഹത്തിനെ പാട്ടിലാക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് വേണ്ടത് നിങ്ങളെയാണ്. നിങ്ങളുടെ ഉള്ളിലെ ഞാൻ ഭാവം, ആ അഹങ്കാരം, ജീവഭാവം, അതാണ് അദ്ദേഹം ലക്ഷ്യമാക്കുന്നത്. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നൈവേദ്യം. അത് കൊടുക്കാൻ ആരും തയ്യാറല്ല. നമ്മൾ പായസവും പാലടപ്രഥമനും ഉണ്ണിയപ്പവും അവലും പൊരിയും ഒക്കെയാണ് നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നത്. ഇതൊന്നും കൊണ്ട് അദ്ദേഹത്തെ പറ്റിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതിയാൽ നിങ്ങളാണ് വിഡ്ഢികൾ. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഉള്ളിലെ ജീവഭാവമാണ്. അത് ഭക്ഷിച്ച് രസിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വിഭവം അദ്ദേഹത്തിന് നൽകാതെ അദ്ദേഹത്തിൻ്റെ തന്നെ സൃഷ്ടിയിലുള്ള വേറെ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കുന്നത് കൊണ്ട് അദ്ദേഹം സംപ്രീതനാവില്ല. ഉറപ്പാണ്. ഈ ഞാനിനെ തട്ടി തകർത്ത് കളയൂ. ഇല്ല, ഇതൊന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ. ആർക്കാ പിടികിട്ടാത്തത്? രമണ മഹർഷിയുടെ ടെക്നിക്കാണ് ഏറ്റവും ഫലപ്രദമായത്. ഇത് എത്ര കേട്ടാലും എനിക്ക് ഇതങ്ങോട്ട് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലല്ലോ. ആർക്കാ മനസ്സിലാവാത്തത്? എനിക്ക്. ഈ ഞാനാര് കൂവാമൈ അവിടെ തീർന്നു. കാരണം പിന്നീട് ഈ വന്നവൻ ചോദ്യമൊന്നും ചോദിക്കത്തില്ല, പരാതി പറയത്തുമില്ല. ഞാനാര് എന്ന ചോദ്യം അയാളോട് നിരന്തരം അയാൾ ചോദിച്ച് ഈ ഞാനിനെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ വ്യാപൃതനാവും. അയാൾ ആത്മതത്വത്തെ നേടുകയും ചെയ്യും. അല്ലാതെ ചുമ്മാതെ ഞാനാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ തലയ്ക്ക് അസുഖമോ ഇങ്ങനെ ഞാനാരെന്ന്. ആ ചോദ്യത്തിൻ്റെ പൊരുളെന്താണ്? ഞാൻ എന്ന് പറയുന്നത് ഏതിനെയാണ് ഞാൻ എന്ന വാക്കുകൊണ്ട് ഞാൻ ലക്ഷ്യമാക്കുന്നത്? ഞാൻ ഈ ശരീരമോ പ്രാണനോ ഇന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ എന്താണ് ഞാൻ? ഇല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെയുള്ള ഒരു സമാഹാരമോ സംഘാതമോ
ഏതാണ് ഈ ഞാൻ? മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന ഞാൻ ആരാണ്? ഈ ഞാനിനെ എന്താണ് മനസ്സിലാവാത്തത്? എന്താണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് എനിക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകാത്തത് എന്ന് പോലും അറിയില്ല. അല്ല, എനിക്ക് ആത്മാവിനെയാണ് മനസ്സിലാവാത്തത്. ഈ ആത്മാവ് എന്താണെന്നാണ് നിങ്ങളുടെ വിചാരം? എടോ, അത് നിങ്ങൾ തന്നെ. ആത്മാവിനെ മനസ്സിലായില്ല എന്ന് പറയുന്നവൻ എനിക്ക് എന്നെ മനസ്സിലായില്ല എന്ന് പറയുന്നവനെ പോലെയാണ്. നിങ്ങൾക്ക് നിങ്ങളെ ഇനി മനസ്സിലാക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം മനസ്സിലായവനെ പോലെയാണല്ലോ നിങ്ങളുടെ ഭാവം. അല്ലേ അല്ലേ അല്ലേ? എനിക്കെല്ലാം അറിയാം, ഞാൻ സർവജ്ഞൻ, ദൈവം പോലെ എൻ്റെ താഴെ, എൻ്റെ പൂജ കൊണ്ട് തൃപ്തിപ്പെടേണ്ടവനാണ് ദൈവം. അദ്ദേഹത്തിന് പൂജ ഞാൻ കൊടുത്തില്ലെങ്കിലേ അങ്ങേര് അവിടെ കിടന്ന് വിഷമിക്കും. ഇങ്ങനെയാണ് പല ഭക്തന്മാരുടെയും വിചാരം. ഭഗവാൻ എന്തോ വലിയ ഒരു ഫേവർ ചെയ്ത് കൊടുക്കുന്നു എന്നാണ്. കഷ്ടം, കഷ്ടം. ദൈവത്തിൻ്റെ അച്ഛൻ. ആര് പറഞ്ഞു ദൈവത്തിന് മാതാപിതാക്കളില്ലെന്ന്? ഞാനാണ് ദൈവത്തിൻ്റെ അച്ഛൻ. സ്ത്രീകൾക്ക് ഞാനാണ് ദൈവത്തിൻ്റെ അമ്മ എന്നും പറയാം. അങ്ങനെ പറഞ്ഞു നടന്നു യശോദയും ദേവകിയും. രക്ഷപ്പെട്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. രക്ഷപ്പെട്ടില്ല. രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. എല്ലാവരുടെയും അച്ഛനും അമ്മയുമാണ് ഭഗവാൻ. അദ്ദേഹത്തെ തൻ്റെ ചെറിയ ഉദരത്തിൽ ഏത് സ്ത്രീക്ക് വഹിക്കാൻ പറ്റും? അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ തൻ്റെ ഉദരത്തിൽ വഹിക്കുന്ന ആ ഭഗവാനെ ആര് വഹിക്കും? ആര് തൻ്റെ ഗർഭത്തിൽ ചുമക്കും? സാധ്യതയില്ല. പക്ഷേ അജ്ഞാനം കൊണ്ട് അങ്ങനെയൊക്കെ തോന്നും. നമ്മുടെ അമ്മമാർക്ക്, നിങ്ങളുടെയും എൻ്റെയും ഒക്കെ അമ്മമാർക്ക് ഇങ്ങനെ ഒരു വിചാരമുണ്ട്, എൻ്റെ മോൻ. നിങ്ങൾ ആ ശരീരത്തെ മാത്രമേ നിങ്ങളുടെ ഗർഭകോശത്തിൽ 10 മാസം ചുമന്നുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള ജീവചൈതന്യത്തെ നിങ്ങളാണോ സൃഷ്ടിച്ചത്? പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും എൻ്റെ മകൻ എൻ്റെ മകളെന്ന്? ഒക്കെ അജ്ഞാനമാണ്. കടുത്ത അജ്ഞാനം, കടുത്ത അജ്ഞാനം. അതിലല്പം പോലും വാസ്തവികതയില്ല. ആരും ആരുടെയും അച്ഛനും അമ്മയും അല്ല, ആരുടെയും മകനോ മകളോ അല്ല. ഇവിടെ ഉള്ളതൊന്നേ ഉള്ളൂ. അത് അതിൻ്റെ തന്നെ അച്ഛനുമാണ്, അമ്മയുമാണ്, സഹോദരനുമാണ്, സഹോദരിയുമാണ്, ഭാര്യയുമാണ്, ഭർത്താവുമാണ്, പേരക്കുട്ടിയുമാണ്. പക്ഷെ അങ്ങനെയൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ തന്നെയാണ് എൻ്റെ ഭാര്യ, ഞാൻ തന്നെയാണ് എൻ്റെ ഭർത്താവ്, ആരും പറയാറില്ല. ഭ്രാന്തൻ എന്നായിരിക്കും മറ്റുള്ളവർ ആ വ്യക്തിയെ മുദ്ര കുത്തുക. ഇപ്പോൾ ഒന്നേ ഉള്ളുവെങ്കിൽ നമ്മൾ പറയുന്ന ഈ സ്വന്തവും ബന്ധവും ഒന്നും ആ സത്യത്തിന് ബാധകമല്ല എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. തന്നെ ആത്മാവാണെന്ന് തിരിച്ചറിയുന്നവൻ ഈ സ്വന്തം ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോവില്ല. മറ്റുള്ളവരാണ് ഇതിലൊക്കെ കുടുങ്ങിപ്പോകുന്നത്. എല്ലാം ഭഗവാൻ പ്രപഞ്ചം മുഴുവൻ മായയാകുന്ന വല വിരിച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും കുടുങ്ങും. ഏതെങ്കിലും സംഘടനയിൽ കുടുങ്ങും, ഏതെങ്കിലും സ്വാമിയുടെ അടുത്ത് നിന്ന് കുടുങ്ങും, ഏതെങ്കിലും ബന്ധങ്ങളിൽ ചെന്ന് കുടുങ്ങും. ലോകം മുഴുവൻ വിരിച്ചിരിക്കുന്ന വലയാണ് ഈ മായ എന്ന് പറയുന്നത്. ഒരിടത്തും കുടുങ്ങാതെ നോക്കിക്കൊള്ളണം. ഒന്നും നമ്മെ ബാധിക്കാൻ, നമ്മെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുത്. നമ്മൾ എപ്പോഴും പൂർണ്ണ സ്വതന്ത്രരായിരിക്കണം. ഒന്നും നമ്മെ പരിമിതമാക്കാൻ, ഗ്രസിക്കാൻ സമ്മതിക്കരുത്. ഒന്നിൻ്റെയും അടിമയല്ല നമ്മൾ. എല്ലാം നമ്മുടെ വരുതിയിലാവണം, നമ്മുടെ നിയന്ത്രണത്തിലാവണം. അതിന് ഞാൻ ആത്മാവാണ് എന്ന അറിവ് നേടിയേ പറ്റൂ. ദേഹേന്ദ്രിയാദി പരിച്ഛിന്ന ആത്മഭാവം വിഹായ, ശരീര ഇന്ദ്രിയങ്ങൾ പ്രാണമനസ്സുകൾ ഇവ കൊണ്ട് പരിച്ഛിന്നമായ ഒരു വ്യക്തിയാണ് ഞാൻ എന്ന ഭാവത്തെ വിട്ടിട്ട് യഥാഭൂത ബ്രഹ്മാത്മത അർപ്യതാം, വാസ്തവത്തിൽ നിങ്ങൾ എന്താണോ ആ പരമാത്മാവായി നിങ്ങൾ മാറണം.
അല്ല ഇപ്പോഴേ പരമാത്മാവല്ലേ? അതെ, പക്ഷെ നിങ്ങൾ തിരിച്ചറിയണം, ആ വസ്തുത തിരിച്ചറിയണം. അങ്ങനെയാണ് അതിനെ പ്രാപിക്കേണ്ടത് എന്നാണ് വസിഷ്ഠ മഹർഷി പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അദ്യൈവന ചികിത്സാം യഃ കരോതി മരണാപദഃ സംപ്രാപ്തായാം മൃതൗ മൂഢഃ കരിഷ്യതി കിമാതുരഃ. ഇനി ഈ അജ്ഞാനികളുടെ ഭാവം എന്തെന്നോ? എന്തിനാണ് ഇത്ര ധൃതി? ഇപ്പം എത്ര തിരക്ക്, പയ്യൻ എത്ര വയസ്സായി? പയ്യൻ 20 വയസ്സായി. ഇപ്പോഴേ എന്തിനാ അയാളെ ഭഗവത്ഗീതയൊക്കെ പഠിപ്പിക്കുന്നത്? നശിച്ചു പോകുന്നേ. വേദാന്തം കേട്ട് അവൻ വഴിതെറ്റിപ്പോവും, നശിച്ചു പോവും. കുറച്ച് പ്രായമൊക്കെ ആട്ടെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി, പെൻഷൻ പറ്റി, മൂക്കിലൂടെ പല്ല് വന്നിട്ട് ഒന്നിനും കൊള്ളാത്തവനാണെന്ന് സർക്കാർ മുദ്ര കുത്തി പെൻഷൻ കൊടുക്കുമ്പോൾ ഈ അധ്യാത്മശാസ്ത്രം അതൊക്കെ എന്തിനാ യുവാക്കൾ അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ കുട്ടികൾ അവരൊക്കെ എന്തിനാ കേൾക്കുന്നത്? ഇനിയിപ്പോൾ 50 വയസ്സൊക്കെ ആയാലും, എത്ര വയസ്സ് 50 ആയിട്ടുള്ളൂ, ഇപ്പോഴേ എന്തിനു ഇതൊക്കെ കേൾക്കണം? ഇനി സമയം കിടക്കുകയല്ലേ എന്ന്. സമയം കിടപ്പുണ്ട് എന്തിനെന്നോ? ചാവാൻ. നന്നാവാനുള്ള സമയമൊക്കെ 50 കഴിയുമ്പോൾ തീരും എന്ന് വെച്ച് നിങ്ങളാരും നിരുത്സാഹപ്പെടുത്തുകയല്ലേ ഞാൻ ചെയ്തത്. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഇത് എത്രയും പെട്ടെന്ന് എത്രയും നേരത്തെ കേൾക്കാൻ പറ്റുമോ അത്രയും നേരത്തെ കേൾക്കുക. കാരണം നമ്മുടെ ബുദ്ധിയും മനസ്സും ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവയൊക്കെ ഉജ്ജ്വലമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ ഈ സത്യം നമ്മുടെ ഉള്ളിലാവണം. ഇത് നമ്മുടെ ബുദ്ധിയുടെ ഉള്ളിൽ കയറി പറ്റണം, എന്നാലേ പ്രയോജനപ്പെടൂ. ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നവർക്ക് വസിഷ്ഠ മഹർഷി നൽകുന്ന മറുപടി എന്തെന്നോ? അദ്യൈവ ന ചികിത്സാം യഃ കരോതി മരണാപദഃ. മരണത്തിനും ആപത്തുകൾക്കും എന്ന് പറഞ്ഞാൽ വാർദ്ധക്യകാലത്തെ ആപത്തുകൾക്കും അതുപോലെ മരണത്തിനും ആരാണോ ഇപ്പോഴേ പ്രതിവിധി നേടാത്തത്, ഇപ്പോഴേ പ്രതിവിധി ചെയ്യാത്തത്, അങ്ങനെയുള്ള വ്യക്തി, അതായത് പിന്നീട് മാറ്റിവെക്കാം, അതായത് ഈ തത്വശ്രവണമൊക്കെ പിന്നീടായിക്കോട്ടെ എന്ന് കരുതുന്നവരോട് സംപ്രാപ്തായാം മൃതൗ, മരണം നിങ്ങളെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ പരമകാഷ്ഠയിലെത്തി നിൽക്കുമ്പോൾ മൂഢ കരിഷ്യതി കിമാതുരഃ, അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കാലത്തേക്ക്, അതായത് താൻ പൂർണ്ണമായും നിസ്സഹായനായിത്തീരുന്ന ആ അവസ്ഥയിലേക്ക് ഈ തത്വശ്രവണത്തെ മാറ്റിവെക്കുന്നയാൾ, അപ്പോഴേക്ക് ശരീരത്തിൽ ഒരുപാട് രോഗങ്ങളുണ്ടാവും, വയ്യാണ്ടാവും, എണീറ്റിരിക്കാൻ പോലും പറ്റില്ല എന്നാവും. ബുദ്ധി നേരെ പ്രവർത്തിക്കില്ല, കേട്ടാലും മനസ്സിലാകത്തില്ല. ഇനി മനസ്സിലായാലും അപ്പം തന്നെ അതൊക്കെ ജലരേഖ പോലെ മാഞ്ഞു പോവും. ഒന്നും ഉള്ളിൽ ആഴത്തിൽ പതിയില്ല. അങ്ങനെയുള്ള വാർദ്ധക്യം വരെ നമ്മൾ കാത്തിരിക്കണോ? അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് സ്വായത്തമാക്കണം. എന്താ? ഈ ആത്മവിദ്യ. അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു രോഗിയായി മാറിയിട്ടുണ്ടാവും, ശാരീരികമായും മാനസികമായും. അല്ല, വയസ്സാകുമ്പോൾ എങ്ങനെയാ മാനസിക രോഗം വരിക? മാനസിക രോഗം എപ്പോൾ വേണമെങ്കിലും വരാം. പലരും മാനസിക രോഗികളാണ് വയസ്സായി കഴിഞ്ഞാൽ. എന്തുകൊണ്ടെന്നോ, ഇവർ കൂടെ പറയുന്നത് എൻ്റെ മോൻ, എൻ്റെ മോൾ, എൻ്റെ മോൻ, എൻ്റെ മോൾ, ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇവരുടെ വിചാരം. ഇത് ഒരു തരം ഭ്രാന്താണ്, ഇതൊരു മാനസിക രോഗമാണിത്. ഇത് എന്ന് തുടങ്ങിയതാണിത്? ഇതൊന്നും ഇനിയും വിടാറായിട്ടില്ലേ? ഇതൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണോ ഇനി ഇരിക്കുന്നത്? ഉപേക്ഷിക്കുമോ? ആ പരീക്ഷത്തിനെ പോലെ 7 ദിവസമേ ഇനി തൻ്റെ ആയുസ്സിൽ അവശേഷിക്കുന്നുള്ളൂ.
7-ാമത്തെ ദിവസം തക്ഷകൻ തന്നെ ദംശിക്കാനെത്തും എന്ന് പറഞ്ഞപ്പോൾ ആ ചക്രവർത്തി, നമുക്കൊക്കെ ഒരു കൊച്ചു വീടും ഒരു കുഞ്ഞു ഭാര്യയും അതിനേക്കാളും ചെറിയ ഒരു കുട്ടിയും 1-2 കുട്ടികളും മാത്രമേ ഉള്ളൂ. ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനാണ്. വലിയ ഖജനാവ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. അതൊക്കെ പുല്ലുപോലെ നിസ്സാരമായി വലിച്ചെറിഞ്ഞു പരീക്ഷിത്ത്. അങ്ങനെയുള്ള പരീക്ഷത്തിൻ്റെ മുമ്പിലാണ് നഗ്നനായ 16 വയസ്സുകാരനായ സുഖമഹർഷി എത്തിച്ചേർന്നത്. എന്നിട്ടാണ് ഭാഗവതം ഉപദേശിച്ചത്. ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ അർഹത നേടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്കതിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളെ തേടി ഈ അധ്യാത്മവിദ്യ എത്തും. ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾക്ക് ഉപദേശിച്ചു തരും. മരിക്കുന്ന സമയത്തെങ്കിലും ഏതെങ്കിലും മഹാത്മാവ്, ഇനി അയാൾ മഹാത്മാവല്ലെങ്കിൽ പോലും, നിങ്ങളുടെ അന്ത്യനിമിഷങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഉൾപ്രകാശമുണ്ടാക്കുന്ന 4 വാക്കുകൾ ആരെങ്കിലും നിങ്ങളോട് വന്ന് പറയും. ആരാ ഇവരെയൊക്കെ അയക്കുന്നത്? നമ്മളെ ഈ ലോകത്തേക്ക് അയച്ച അതേ ആൾ തന്നെ. അതേ ആൾ തന്നെയാണ് ഒരു ജീവനെ സംസാരത്തിൽ നിന്ന് ഉദ്ധരിക്കാനായി ആളയക്കുന്നത്. അദ്ദേഹമാണ് ഏറ്റവും വലിയ കോൺട്രാക്ടർ. ആളിനെ സപ്ലൈ ചെയ്യും. എന്താണ് നിങ്ങളുടെ ആവശ്യം? അതിന് പറ്റിയ ആളെ അദ്ദേഹം കൊണ്ടെത്തിക്കും. കാരണം ഉള്ളിലിരുന്നു കൊണ്ട് എല്ലാം അറിയുന്നു അദ്ദേഹം. ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഈ ജീവൻ്റെ ആഗ്രഹം എന്താണ്? ഇവന് പേരും പ്രശസ്തിയും, അല്ലെങ്കിൽ പണം, അല്ലെങ്കിൽ സുഖഭോഗങ്ങൾ അനുഭവിക്കുക, ഇങ്ങനെ ഓരോരുത്തരുടെയും ആഗ്രഹത്തിനനുസരിച്ച് അതാത് ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനായി സദാ സന്നദ്ധനാണ് ഈ ഭഗവാൻ. ഇപ്പം അദ്ദേഹത്തെ വേണം, എനിക്ക് അങ്ങയെ കാണണം, എനിക്ക് ആത്മദർശനം വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അദ്ദേഹം തന്നെ കാണിച്ചു തരും. ആത്മാവ് തൻ്റെ സ്വരൂപത്തെ തൻ്റെ ഭക്തന് തുറന്നു കാണിച്ചു കൊടുക്കുന്നു എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. യമേ വൈഷഹി വൃണുതേ തേന ലഭ്യ. എന്തോ അതെ അതെ, അവന് ഈ ആത്മാവ് സ്വാം തനുവും വൃണുതേ അല്ലേ വിവൃണുതേ തനുവും സ്വാം, തൻ്റെ സ്വരൂപത്തെ തുറന്നു കാണിച്ചു കൊടുക്കുന്നു. അല്ലാതെ അല്പന്മാരായ നമ്മളെങ്ങനെയാണ് അനന്തമായ ഭഗവാനെ അറിയുക? അദ്ദേഹത്തിൻ്റെ മഹത്വം അതറിയാൻ മാത്രമുള്ള ബുദ്ധി നമുക്കുണ്ടോ? അദ്ദേഹം തന്ന ബുദ്ധിയല്ലേ ഉള്ളൂ. അതിനെ തന്നെ നമ്മൾ പരമാവധി നശിപ്പിച്ചിട്ടേക്കുകയാണ്. അദ്ദേഹം സാമാന്യം തരക്കേടില്ലാത്ത ഒരു ബുദ്ധിയും തന്നാണ് ഇങ്ങോട്ട് അയച്ചത്. ഇപ്പോൾ അതിനെ ലൗകിക ചിന്തകൾ കൊണ്ടും മോഹങ്ങൾ കൊണ്ടും ഒക്കെ കലുഷിതമാക്കി തീർത്തിരിക്കുന്നു ഈ മനുഷ്യർ. ഇനിയിപ്പോൾ ഈ ബുദ്ധി കൊണ്ട് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെ അറിയാൻ? എളുപ്പ വഴി പറഞ്ഞു തരാം. ഞാൻ അദ്ദേഹത്തെ അറിയും, ഞാൻ അദ്ദേഹത്തെ കാണും എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഭാവം, ചിന്തകൾ ഉണ്ടാകുമ്പോൾ ഞാനില്ല എന്നങ്ങ് ഉറപ്പിക്കുക. ഞാൻ പോണേ എന്നും പ്രാർത്ഥിക്കണ്ട. അങ്ങേക്ക് സൗകര്യമുള്ളപ്പോൾ ഈ ഞാനിനെ എടുത്തു എന്ന് പറയും. അത് എപ്പോഴായാലും വേണ്ടില്ല. ഞാനൊരു രോഗിയാണ്. രോഗി ഒരിക്കലും അക്ഷമനാകാൻ പാടില്ല. ഡോക്ടറെ കാണാൻ പുറത്ത് കാത്തു നിൽക്കുന്ന രോഗി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ, പക്ഷെ എന്തുകൊണ്ടാണ് ഈ ക്യൂ മുമ്പോട്ട് നീങ്ങാത്തത്? ഓരോ രോഗിയെയും ഇദ്ദേഹം കാണാൻ എത്ര സമയമാണ് എടുക്കുന്നത്? അങ്ങനെയൊന്നും പുറത്തു നിന്ന് പിറുപിറുത്തിട്ട് ഒരു കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോ സമയമാണ്. ചിലർക്ക് അരമണിക്കൂർ കൊണ്ട് തരും, ചിലർ 5 മിനിറ്റിൽ അദ്ദേഹം അയക്കും. അവരവരുടെ രോഗത്തിൻ്റെ കാഠിന്യവും തരവും അനുസരിച്ച് ഓരോ രോഗിയെയും കൺസൾട്ട് ചെയ്യാൻ അദ്ദേഹം വ്യത്യസ്തമായ സമയമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ പുറത്ത് കാത്തു നിൽക്കുന്നവർ അക്ഷമരായിട്ട് കാര്യമില്ല. ഒരു രോഗിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ക്ഷമയാണ്, അല്ലെങ്കിൽ സഹനശക്തിയാണ്. നമ്മളൊക്കെ രോഗികളാണ്. സർവരോഗി മലയാളികൾ. എത്ര സ്കാൻ സെൻറ്റർ, എത്ര ആശുപത്രി,
ഇതാണോ ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയുടെ ലക്ഷണം? ആരോഗ്യരംഗത്ത് മികച്ച നേട്ടം എന്താണ്? 25 ആശുപത്രി കൂടെ ഉണ്ടായി. കഴിഞ്ഞ കൊല്ലം 25 ആശുപത്രി കുറവായിരുന്നു. ഇപ്പം ഞങ്ങൾ 25 ആശുപത്രി കൂടെ കെട്ടി. അതിൽ 5 എണ്ണം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, എക്സ്പേർട്ട് ഡോക്ടേഴ്സ്. ശ്രീത്ര മെഡിക്കൽ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തപ്പോൾ ആദ്യമായിട്ട് ഒരു സ്കാനിങ് മെഷീൻ അവിടെ സ്ഥാപിച്ചു. സ്കാൻ ചെയ്യാനുള്ള CT സ്കാൻ എന്തോ ആണ്. അപ്പോൾ ചിത്രത്തിരുന്നാൾ മഹാരാജാവിനെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിലാണല്ലോ ശ്രീ ചിത്രത്തിരുന്നാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി. അന്ന് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തെ ഉദ്ഘാടന പ്രഭാഷണത്തിന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നല്ലൊരു ആശുപത്രി ഇവിടെ കെട്ടിയിട്ടുണ്ട് നമ്മുടെ ജനങ്ങളുടെ ഇതിനു വേണ്ടി. 1-ാം തരം ഒരു സ്കാനിങ് മെഷീൻ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എനിക്കൊരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ഇത് ആർക്കും പ്രയോജനപ്പെടാതിരിക്കട്ടെ. ഏത് ആ മെഷീൻ എന്ന് പറഞ്ഞാൽ ആർക്കും രോഗം ഉണ്ടാവാതിരിക്കട്ടെ എന്നർത്ഥം. രോഗമുള്ളവനാണല്ലോ അവിടെ വരുന്നത്, സ്കാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മെഷീൻ കൊണ്ട് ആർക്കും പ്രയോജനം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ രോഗികളാണെന്ന് തിരിച്ചറിയുക. ഭ്രാന്ത് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള രോഗമാണ്, ഇല്ലേ? ഭ്രാന്ത്, മനോരോഗം, ഭ്രമം ഒരു രോഗമാണ്. തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് ഒരേ ഒരു ആശ്വാസം, ഇല്ലേ? എല്ലാവരും മനോരോഗികളാണ്, എല്ലാവരും ഭ്രാന്തന്മാരാണ് എന്നുള്ളതാണ് ഒരേ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പിന്നീട് മാറ്റിവെക്കാം എന്ന് പറയുന്നവരോട്, പിന്നീടെന്ന് പറഞ്ഞാൽ ആ പിന്നീടെന്ന് പറയുന്നതിന് എത്ര ദൈർഘ്യം ഉണ്ടാവും? 450 കൊല്ലം ഉണ്ടോ? ഇല്ലെങ്കിൽ 2500 കൊല്ലം ഉണ്ടോ? എടാ, നാളെയും തീരാം, മറ്റന്നാളും തീരാം, പോണ പോക്കിന് ടയറ് വെടിതീരാം. അതാണല്ലോ ദുർഗാനന്ദ സ്വാമി പറയുന്നത്. ടയറ് വെടിതീരാം എന്നാണ്. വെടി, ഒരു ടയറ്, പുതിയ ടയറ് പഞ്ചറായി പോകും ചിലപ്പോൾ. അതാണ് നവജാത ശിശുക്കൾ മരിക്കുക എന്ന് പറയുന്നത്. പുതിയ ടയറാണ്. ഡൺലപ്പിൻ്റെ ആയാലും മോദിയുടെ ആയാലും. പണ്ട് മോദി ടയർ ഉണ്ടായിരുന്നു. മനുഷ്യന്റെ കാറ്റ് പോകാൻ എത്ര സമയം വേണം? മരണം എപ്പോൾ വേണമെങ്കിലും നമ്മെ സമീപിക്കാം. അതുകൊണ്ട് ഉള്ള കാലം ഈ ആത്മതത്വത്തിനെ അറിയാനായിട്ട് വിനിയോഗിക്കണം. കിം അദ്യൈവ ആത്മജ്ഞാനേന അഗ്രേ കഥാചിത് കരിഷ്യാമഃ ഇതി മന്വാനാൻ പ്രത്യാഹ. ഇപ്പം തന്നെ ഉടനെ തന്നെ ഈ ആത്മജ്ഞാനം നേടണം എന്നെന്തിനാ ശഠിക്കുന്നത്? അഗ്രേ കഥാചിത് കരിഷ്യാമഃ, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നോക്കാം, സമയം കിട്ടുമ്പോൾ നോക്കാം എന്ന് കരുതുന്നവരോടാണ് വസിഷ്ഠ മഹർഷി ഇങ്ങനെ സംസാരിക്കുന്നത്. അതായത് പിന്നീട് എന്ന് പറയുമ്പോൾ വാർദ്ധക്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വാർദ്ധക്യം വരെ ജീവിച്ചിരിക്കുമോ എന്നുള്ളതിന് ഗ്യാരണ്ടി വല്ലതും ഉണ്ടോ? അല്ല, എപ്പോഴാണ് ഈ വാർദ്ധക്യം തുടങ്ങുന്നത്? ഏത് വയസ്സിലാണ്? 45, 50 അല്ലെങ്കിൽ 60? എപ്പോഴാണ് ഒരാൾ വൃദ്ധനാവുന്നത്? ജനിച്ച അന്ന് മുതൽ അയാൾ വൃദ്ധനായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴും അയാൾക്ക് 1 വയസ്സ് കൂടുകയാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ വയസ്സിൽ വർധനം ഉണ്ടാകുന്നു, അയാൾ വൃദ്ധനായിത്തീരുന്നു എന്നാണ്. നമുക്ക് ഈ താടിയും മീശയും നരച്ചാൽ മാത്രമേ, ജരാനരകൾ ബാധിച്ചാൽ മാത്രമേ വൃദ്ധനാവൂ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇനി അങ്ങനെ താടിയും മീശയൊക്കെ നരച്ചാലും ഡൈ അടിച്ച് നടക്കുന്ന കൂട്ടരാണ്. ഞാൻ ഇപ്പോഴും ഒരു യുവ കോമളനാണ്. യുവാവുമല്ല കോമളനുമല്ല, നീ ഒരു കോമാളിയാണ്. മറ്റുള്ളവരെ പറ്റിക്കാൻ, മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു കോമാളി. ഇതാരെ പറ്റിക്കാൻ? ശരി, ഒരു ശ്ലോകം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. അസ്മാത് ഗ്രന്ഥാദ്രതേ ഗ്രന്ഥോ നാന്യസ്വാത്മാവബോധനേ നൂനമർത്ഥകരോ ഗ്രാഹ്യം തിലസ്തൈലാർത്ഥിനാമിവ. വീണ്ടും വസിഷ്ഠ മഹർഷിയുടെ ആ വിശ്വാസം അതിൻ്റെ ഉത്തുംഗതയിലെത്തുകയാണ്.
ഇത്രത്തോളം ആത്മവിശ്വാസമുള്ള ഒരാളെ നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തും കാണാൻ പറ്റില്ല കേട്ടോ. ഈ വസിഷ്ഠ മഹർഷിയെ പോലെയുള്ള ആത്മവിശ്വാസമുള്ള മറ്റൊരു വ്യക്തിയെയും. എന്താ പറയുന്നത്? അസ്മാത് ഗ്രന്ഥാദൃതേ, ഈ ഗ്രന്ഥമല്ലാതെ, ഈ യോഗവാസിഷ്ഠം എന്ന ഗ്രന്ഥമല്ലാതെ ന അന്യഃ ഗ്രന്ഥഃ സ്വാത്മാവബോധനെ, വേറെ ഒരു ഗ്രന്ഥവും നിങ്ങൾക്ക് ആത്മജ്ഞാനത്തെ ഏർപ്പെടുത്തി തരില്ല. വേറെ എന്ത് നിങ്ങൾ വായിച്ചാലും നിങ്ങൾക്ക് കുറേയൊക്കെ ആത്മാവിനോട് അടുക്കാം. പക്ഷേ ഇത്ര വ്യക്തമായി ആത്മജ്ഞാനത്തെ ഉപദേശിച്ചു തരുന്ന മറ്റൊരു ഗ്രന്ഥം ഇല്ല എന്ന് വസിഷ്ഠ മഹർഷി സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഇത് വസിഷ്ഠ മഹർഷിയുടെ വാക്കാവാൻ സാധ്യതയില്ല. കാരണം വസിഷ്ഠ മഹർഷി ഗ്രന്ഥരചന നടത്തിയിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത് വാൽമീകി മഹർഷി പറയുന്നതായിട്ട് വേണം നമ്മൾ കരുതാൻ. ഈ ഗ്രന്ഥം ഇതല്ലാതെ ആത്മജ്ഞാനത്തിന് സഹായിക്കുന്ന ഇതിനേക്കാളും ശ്രേഷ്ഠമായ മറ്റൊരു ഗ്രന്ഥം ഉണ്ടാവില്ല. ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനിമേൽ ഉണ്ടാകാനും പോകുന്നില്ല. യോഗവാസിഷ്ഠം പോലെയുള്ള ഒരു ജ്ഞാനഗ്രന്ഥം സൂര്യന് താഴെ ഇതിനു മുമ്പ് എഴുതപ്പെട്ടിട്ടില്ല, ഇനി ആരും എഴുതാനും പോകുന്നില്ല. അത്ര വൈശിഷ്ട്യമുള്ളതാണ് ഈ യോഗവാസിഷ്ഠം എന്ന് പറയുന്നത്. നൂനമർത്ഥകരഹ, എന്തുകൊണ്ടാണ് ഇത്ര തറപ്പിച്ച് പറയുന്നതെന്നറിയാമോ? ഈ ഗ്രന്ഥം ശ്രദ്ധയോടെ വായിച്ചു പഠിക്കുന്നവൻ, അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി കേട്ട് മനനം ചെയ്യുന്നവൻ, അവൻ മോക്ഷം നേടിയിരിക്കുന്നു. നൂനമർത്ഥകരഹ, നിങ്ങൾ മോക്ഷത്തെയാണ് ലക്ഷ്യമാക്കി മുന്നേറുന്നതെങ്കിൽ നിങ്ങൾ ലക്ഷ്യം കാണും. നിങ്ങൾക്ക് മോക്ഷം തീർച്ചയായും ലഭിക്കും. കിട്ടാതെ പോകുന്ന പ്രശ്നമേ ഇല്ല എന്നാണ്, ഉറപ്പാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ നേടും. നൂനമർത്ഥകരഹ, ഏതുപോലെ ഗ്രാഹ്യഹ, നിങ്ങളുടെ ലക്ഷ്യം മോക്ഷമാണെങ്കിൽ ഈ ഗ്രന്ഥത്തെ തന്നെ സമാശ്രയിക്കും. ഇതൊരെണ്ണം മതി. ഇത് പഠിച്ചവൻ മറ്റൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇതൊന്നുകൊണ്ട് തന്നെ അവൻ മുക്തനായിത്തീരും. പക്ഷേ പാലരമയും പൂമ്പാറ്റയും വായിക്കുന്നത് പോലെ വായിച്ച് തള്ളാനുള്ളതല്ല. നല്ല പോലെ വായിച്ച് ചിന്തിച്ച് ഈ ആത്മതത്വത്തെ ഉള്ളിൽ ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് മോക്ഷം നിശ്ചയമാണ്. തിലസ്തൈലാർത്ഥിനാമിവ, ഒരാൾക്ക് നല്ലെണ്ണ വേണം, നല്ലെണ്ണയുടെ ആവശ്യമുണ്ട്. നല്ലെണ്ണ കടയിൽ കിട്ടുമെങ്കിൽ വാങ്ങിക്കാം. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അയാൾ അന്വേഷിച്ച് നടക്കുന്ന ധാന്യം, അല്ലെങ്കിൽ അന്വേഷിച്ച് നടക്കേണ്ട ധാന്യം എള്ളായിരിക്കും. എള്ളാട്ടിയാൽ എണ്ണ കിട്ടും. 1-ാം ക്ലാസ്സിൽ പഠിച്ചാണ്. എള്ളാട്ടിയാൽ എണ്ണ കിട്ടും, ഏത്തപ്പഴം തന്നാൽ തിന്നാം. 1-ാം ക്ലാസ് പാഠപുസ്തകത്തിൽ പഠിച്ചതാണ്. എള്ളാട്ടിയാൽ എണ്ണ കിട്ടും, ഏത്തപ്പഴം തന്നാൽ തിന്നാം. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച് തിന്നൂല എന്ന് അന്നേ തീരുമാനിച്ചാണ്. ആരെങ്കിലും വാങ്ങിച്ച് തന്നാൽ ഞാൻ കഴിച്ചോളാം. അപ്പോൾ എണ്ണ വേണം. എണ്ണ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലെണ്ണ. വാസ്തവത്തിൽ ഈ തൈലം എന്ന വാക്കിൻ്റെ അർത്ഥം തിലത്തിൽ നിന്ന് കിട്ടുന്നത്. അതായത് നല്ലെണ്ണയ്ക്ക് മാത്രമേ തൈലം എന്ന് പറയാവൂ. പക്ഷേ നമ്മൾ ആയുർവേദ കുഴമ്പുകൾ എല്ലാറ്റിനും ഈ തൈലം എന്നാണ് പറയുന്നത്. അതായത് സ്റ്റിക്കി സബ്സ്റ്റൻസ്, ഒട്ടുന്ന പശ പോലെ കയ്യിൽ ഒട്ടുന്ന എല്ലാറ്റിനും നമ്മൾ എണ്ണ എന്നാണ് പറയുന്നത്, തൈലം. വാസ്തവത്തിൽ തൈലം എന്നുള്ള വാക്ക് നല്ലെണ്ണയ്ക്ക് മാത്രമേ പ്രയോഗിക്കാവൂ. വേറെ ഒന്നിനെയും തൈലം എന്ന് പറയരുത്. കാരണം തിലത്തിൽ നിന്ന് കിട്ടുന്നതാണ് തൈലം. അതായത് എള്ളിൽ നിന്ന് കിട്ടുന്നത് നല്ലെണ്ണ മാത്രമാണ്. മണ്ണെണ്ണയും വെളിച്ചെണ്ണയും ഒന്നും എള്ളിൽ നിന്ന് കിട്ടത്തില്ല. അപ്പോൾ തൈലം എന്നുള്ളത് ആ അർത്ഥത്തിലാണ്. ഇങ്ങനെ തൈലം അർത്ഥിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നല്ലെണ്ണ വേണം എന്ന് ആഗ്രഹിക്കുന്നവൻ എന്തിനെയാണ് ആശ്രയിക്കുന്നത്? എള്ളിന്. കാരണം എള്ളിൽ നിന്ന് മാത്രമേ തൈലം കിട്ടൂ, അല്ലെങ്കിൽ നല്ലെണ്ണ കിട്ടൂ. അതുപോലെ നിങ്ങൾക്ക് മോക്ഷമാണോ വേണ്ടത്? മോക്ഷമാണോ നിങ്ങളുടെ ജീവിത ലക്ഷ്യം? യോഗവാസിഷ്ഠം വായിപ്പിൻ എന്നാണ് പറയുന്നത്. വാൽമീകി മഹർഷി എഴുതിയത് കൊണ്ട് മാത്രമല്ല അദ്ദേഹം പറയുന്നത്.
ആ പറയുന്ന വാക്കിൽ സത്യം ഉണ്ടെന്നാണ്. സത്യമാണ്, ആ പറയുന്നത് മുഴുവൻ സത്യമാണ്. അല്ലാതെ താൻ എഴുതിയത് കൊണ്ട് മാത്രമല്ല ഇത് ശ്രേഷ്ഠമാവുന്നത്. വസിഷ്ഠ മഹർഷിയും അത്ര കണ്ട് ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത്. എൻ്റെ വാക്ക് കേൾക്കുന്നവൻ നശിച്ചു പോവില്ല, അവൻ അധ്യാത്മമാർഗത്തിലൂടെ എന്നും മുന്നേറും, മുന്നേറി അവൻ്റെ ലക്ഷ്യം അവൻ നേടും, അവന് മോക്ഷം ലഭിക്കും, മുക്തനായി തീരും. നാന്യഹ വിദ്യതേ ഇത് ശേഷഃ. ഇതുപോലെ മോക്ഷത്തെ ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ കാണിച്ചു തരുന്ന, അതുപോലെ നേടിത്തരുന്ന മറ്റൊരു ഗ്രന്ഥമില്ല എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. നൂനം നിശ്ചയേന അർത്ഥകരഃ. ഇത് തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹത്തെ സഫലീകരിക്കും. അഭിലഷിത അർത്ഥകാരി ഇതി ബുദ്ധ്യാഗ്രാഹ്യഃ. ഈ വസിഷ്ഠ മഹർഷിയുടെ വാക്ക് അല്ലെങ്കിൽ വാൽമീകി വിരചിതമായ യോഗവാസിഷ്ടം കേട്ടാൽ ഞാൻ മുക്തനാകും എന്ന ഒരു വിശ്വാസത്തോടുകൂടി, ശ്രദ്ധയോടുകൂടി ആരാണോ ഇതിനെ അധ്യയനം ചെയ്യുന്നത് അയാൾ മോക്ഷത്തെ പ്രാപിക്കുക തന്നെ ചെയ്യും. അപ്പം ആദ്യം ഈ ഗ്രന്ഥത്തിൽ വിശ്വാസം വേണം. നമ്മളൊരു ഗുരുവിനെ അംഗീകരിക്കുമ്പോൾ ഈ ഗുരു എനിക്ക് നേർവഴി കാണിച്ചു തരും, ഇദ്ദേഹം എന്നെ മോക്ഷത്തിൽ കൊണ്ടുചെന്നെത്തിക്കും എന്ന ഒരു വിശ്വാസത്തോടു കൂടി ഗുരുവിനെ ശരണാഗതി ചെയ്താലേ പ്രയോജനമുള്ളൂ. നോക്കാം ഈ ഗുരു എങ്ങനെയാണെന്ന് നോക്കാം, ഇല്ലെങ്കിൽ വേറൊരു ഗുരുവിൻ്റെ അടുത്ത് പോകാം. അങ്ങനെ തന്നെ കുരു എണ്ണക്കുരു അല്ല ഇത്. കുരുക്കന്മാരെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കരുത്. ദുർഗാനന്ദ സ്വാമി തന്നെ പറയുന്നത്, ഇപ്പോഴുള്ളവന്മാരൊന്നും ഗുരുക്കന്മാരല്ല, എല്ലാം കുരു. മുഖത്തിലും വരാറുണ്ട് കുരു, മുഖക്കുരു. അതായത് വേഷം കെട്ടി നടക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതായത് താൻ വലിയ ആളാണെന്നും പഠിച്ച വ്യക്തിയാണെന്നും താൻ ഏതാണ്ട് ഒരു മുക്കാൽ ജ്ഞാനി ആയി കഴിഞ്ഞു എന്നൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കറങ്ങി നടക്കുന്ന ഒരുപാട് ഫ്രോഡ് കേസുകളുണ്ട്. അവരുടെ കയ്യിലൊന്നും ചെന്ന് അകപ്പെടരുത് എന്നും. ശാസ്ത്രമാണിത്. ശാസ്ത്രം ആരെയും പറ്റിക്കത്തില്ല. ശാസ്ത്രം പഠിച്ചവൻ ഒരുപക്ഷെ നമ്മെ പറ്റിച്ചേക്കാം. കാരണം അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ ശാസ്ത്രത്തെ അയാൾ ദുരുപയോഗം ചെയ്തേക്കാം. പക്ഷെ ശാസ്ത്രം നമ്മെ പറ്റിക്കില്ല. എന്തുകൊണ്ട് നമുക്ക് ഈ ശാസ്ത്രത്തെ വായിച്ച് അതിൽ പറയുന്ന കാര്യങ്ങളെ മനനം ചെയ്തുകൂടാ? ശാസ്ത്രം ഒരിക്കലും തെറ്റായ വഴി നിർദ്ദേശിക്കില്ല. നേർവഴിയിലൂടെ നയിക്കാൻ വേണ്ടി രചിക്കപ്പെട്ടവയാണ് ശാസ്ത്രങ്ങൾ. അതെ, പല കാലം, പല വ്യക്തികൾ, പല തലമുറകൾ ഇതിൻ്റെ ഫലം അനുഭവിച്ചു കഴിഞ്ഞു. അവരൊക്കെ മുക്തരായി കഴിഞ്ഞു. അവരൊക്കെ ശരിവെച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള അതിവിശിഷ്ടമായ ഈ യോഗവാസിഷ്ടത്തെ ഒരാൾ ആശ്രയിക്കുകയാണെങ്കിൽ അയാൾ തീർച്ചയായും മുക്തനായിത്തീരും എന്ന ഒരു ആത്മവിശ്വാസമാണ് വസിഷ്ഠ മഹർഷിയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ഇവിടെ നിർത്താം. ഇനിയും ഗംഭീരമായ വാക്കുകൾ വസിഷ്ഠ മഹർഷിയുടെ മുഖത്തിൽ നിന്ന് നിർഗളിക്കും. അത് നമുക്ക് അടുത്ത ശനിയാഴ്ച മുതൽ വായിച്ചു തുടങ്ങാം.